JBL 1500 ഉപയോഗിച്ചിരുന്ന ഒരു സബ് ഓഫർ ബോക്സിലേക്ക് നമുക്ക് പയനിയറിന്റെ ഒരു സബ് ഓഫർ വെക്കാൻ പറ്റുമോ? JBLന്റെ സബ് ഓഫർ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സെയിം എഫക്റ്റ് അല്ലെങ്കിൽ അതിനെക്കാട്ടും നല്ല എഫക്റ്റ് അതിന് പകരം നമ്മൾ പയനിയർ ആ ബോക്സിൽ ആഡ് ചെയ്താൽ കിട്ടുമോ? ഇത് പലരും നമുക്ക് മെസ്സേജ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിലെ സബ് ഓഫർ മാറ്റി മറ്റൊരു സബ് ഓഫർ വാങ്ങി ആഡ് ചെയ്തു. അതായത് ആദ്യം ഉണ്ടായിരുന്ന സബ് ഓഫർ ഇതാണ്, അപ്പോൾ ആ ബോക്സിലേക്ക് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു സബ് ഓഫർ വാങ്ങി ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതായത് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതായത് എല്ലാവരും ചോദിക്കുന്നത് ഓഫറിന് കുഴപ്പമുണ്ടോ, ആംപ്ലിഫിക്ക് കുഴപ്പം വരുമോ? ഇത് രണ്ടുമാണ് പ്രശ്നം വരുന്നത്. ഇത് രണ്ടാണ് ചോദ്യം. യഥാർത്ഥ പ്രശ്നം അവിടെ ഒന്നല്ല. ആംപ്ലിഫിക്കും കുഴപ്പം വരില്ല, സബ് ഓഫറിനും കുഴപ്പം വരില്ല. കാരണം ഏകദേശം അടുത്തോട്ടുള്ള ആംപ്ലിഫയർ വാട്സുകൾ തന്നെയായിരിക്കും ആ ആംപ്ലിഫയറിനകത്ത് ഉണ്ടാവുക. ഇതിനിപ്പോൾ ലേശം കുറഞ്ഞാലും കൂടിയാലും നിന്നാലും അത് പെട്ടെന്നൊന്നും അങ്ങനെ അടിച്ചു പോകുന്ന സാധ്യതകളില്ല. അപ്പോൾ അവിടെയല്ല പ്രശ്നം വരുന്നത്. പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി, ആ ബോക്സ് ട്യൂൺ ചെയ്തിരിക്കുന്ന രീതി, ആ ബോക്സിൻ്റെ ടൈപ്പ്, ഇതെല്ലാം അനുസരിച്ചിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് വരിക. ഈ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇത് ഡാമേജ് ആവുന്ന തരം വ്യത്യാസങ്ങളല്ല. നമുക്ക് അതിൻ്റെ പെർഫോമൻസും നമുക്ക് ബേസ് കിട്ടുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഫീലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. അല്ലാതെ ഒന്നിനും ഒരു കേടും വരുന്നില്ല. അപ്പോൾ എന്താണ് ആ വ്യത്യാസം? അതിന് കാരണം എന്താണ്? ഈ JBL നമ്മളിപ്പോൾ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പേപ്പർ, അതിൻ്റെ ഡാറ്റ ഷീറ്റ്, ഇതിൻ്റെ പാരാമീറ്റർ നോക്കുകയാണെങ്കിൽ അതിൽ കാണിക്കുന്നത് 35 ഹെർട്സ് ആണ് ഫ്രീക്വൻസി കാണിക്കുന്നത്. പയനിയറിൻ്റെ നോക്കുമ്പോൾ കാണിക്കുന്നത് 20 to 23 ഹെർട്സ് ആണ്. അതായത് വളരെ ലോയിലേക്ക് പോയ ഒരവസ്ഥയാണ് പയനിയറിന് കാണിക്കുന്നത്. JBLന് കാണിക്കുന്നത് 35 ആണ്. JBLന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ബോക്സ് ആണെങ്കിൽ അത് പോർട്ടഡ് ബോക്സാണ്, ട്യൂൺഡ് പോർട്ട് ഉള്ള ബോക്സാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ട്യൂൺഡ് പോർട്ട് കൃത്യമായി ചെയ്തതാണെങ്കിൽ അത് 35 ഹെർട്സിലേക്കായിരിക്കും ട്യൂൺ ചെയ്തിട്ടുണ്ടാവുക. 35 കിട്ടുമോ കിട്ടൂല എന്നുള്ളത് ബാക്കിയുള്ള എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കും. ആംപ്ലിഫയർ, ക്രോസ് ഓവർ ഫ്രീക്വൻസി, അതെല്ലാത്തിനെയും ആശ്രയിച്ച് ആ ഫയൽ എല്ലാത്തിനും ആശ്രയിച്ചാണ് നമുക്കിപ്പോൾ 35ലേക്ക് ട്യൂൺഡ് ആ ഫ്രീക്വൻസി തന്നെ കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ 23 ഹെർട്സിലേക്ക് ട്യൂൺഡ് പോർട്ടുള്ള ഒരു ബോക്സാണ് എങ്കിൽ അതിലേക്ക് ഇപ്പോൾ ആ 23 തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് കൺഫേം പറയണമെങ്കിൽ കറക്റ്റാണ് എങ്കിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും. ആ ട്യൂൺഡ് പോർട്ട് 35 ഹെർട്സിലേക്കുള്ള ആ ബോക്സിലേക്ക് നമ്മളൊരു 23 ഹെർട്സ് ഉള്ള ഒരു ഊഫർ കയറ്റുമ്പോൾ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലുണ്ടാകുന്ന ചെറിയൊരു വ്യത്യാസം, അത് ആ കുറവ് അനുഭവപ്പെടുന്നത് ഇതിലേക്കുള്ള ആ ഡീപ്പ് ലോ സ്മൂത്ത് ബേസ് വരുന്നതിൻ്റെ ആ ഒരു എഫക്റ്റാണ്. അതായത് 35 to 23 കറക്റ്റായിട്ട് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെറിയ ആ ഡിഫറൻസ് അവിടെ കുറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടും. ആ കുറവ് അനുഭവപ്പെടണമെങ്കിൽ ഇതിനു മുമ്പ് ആ ഫ്രീക്വൻസി അനുഭവിച്ചിട്ടുണ്ടാവണം, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റണം. അതാണെങ്കിൽ മാത്രമേ നമുക്ക് 23 ഹെർട്സ് അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി JBLന് പകരം പയനിയർ വെച്ചപ്പോൾ വന്നില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ JBLൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺഡ് പോർട്ടായിരിക്കുന്നതിലേക്ക് പയനിയറിൻ്റെ ഫ്രീക്വൻസി മാച്ച് ആവില്ല. അതാണ് ആകെ വരാനുള്ള ഒരു പ്രശ്നം. സേഫായ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു സീൽഡ് ബോക്സിലാണ് JBL 1500 ഉള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പയനിയർ എടുത്തിട്ട് ആ സീൽഡ് ബോക്സിലേക്ക് വെക്കാം. അത്യാവശ്യം വലിയ ബോക്സാണ്, ചെറിയ ബോക്സ് അല്ല, വലിയ ബോക്സാണ്, സീൽഡ് ബോക്സാണ് എങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആ 23 25 27 ആ ഒരു റേഞ്ചിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രശ്നം വരിക പോർട്ടഡ് ബോക്സ് ആണെങ്കിൽ മാത്രം. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആംപ്ലിഫയറിനോ സബ് ഊഫറിനോ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അതിനകത്ത് ഇനിയിപ്പോൾ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഈ സബ് ഊഫറിൽ ഈ പയനിയർ എടുത്തിട്ട് JBLൻ്റെ ബോക്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആംപ്ലിഫയറിലെ ക്രോസ് ഓവർ ഫ്രീക്വൻസി ചെറിയ തോതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മിസ്മാച്ച് വരുന്നുണ്ടെങ്കിൽ, മിസ്മാച്ച് മുൻപ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായി കിട്ടും. പയനിയറിലേക്ക് ആ ക്രോസ് ഓവർ അവിടെ നിന്ന് വരുന്ന ഫ്രീക്വൻസി മാച്ചായി കിട്ടും. അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ മിസ്മാച്ച് അവിടെ ഇല്ലാതാവും. പക്ഷേ സത്യത്തിൽ നമ്മളവിടെ ആ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഈ ട്യൂൺഡ് പോർട്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതായത് കൺഫ്യൂഷൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞതിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് എന്ന നിലയ്ക്ക് ഡയറക്റ്റ് അതിന് റീസൺ അങ്ങോട്ട് പറഞ്ഞു പോയി എന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ആരും ഈ ബോക്സിലേക്ക് ഇനി പയനിയർ കയറ്റാൻ പറ്റില്ല അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. അതൊക്കെ ഒന്നും പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് ഏത് ബോക്സിലേക്കും ഏത് ഊഫർ ആഡ് ചെയ്യാം.
നഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നില്ല, വ്യത്യാസം വരുന്നത് ഫ്രീക്വൻസി റെസ്പോൺസിൽ മാത്രമാണ്. FS എന്നുള്ള ആ ഒരു റേറ്റിംഗ് ഉണ്ടാവും ഓരോ സബ് ഊഫറിനും. നിങ്ങളത് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഡിഫോൾട്ടായിട്ട് നമ്മൾ JBL കൊടുക്കുന്ന, അതേപോലെ തന്നെ സോണി എക്സ്പ്ലോറിനും ഈ പൈനിയറിനൊക്കെ കൊടുക്കാവുന്ന ടൈപ്പ് ഓഫ് സബ് ഊഫർ ബോക്സിൻ്റെ ഡീറ്റെയിൽസ് ആണിത്.